പുഷ്പ 2 സിനിമ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ജയിലിലെത്താത്തതാണ് അല്ലു അർജുന്റെ മോചനം വൈകിപ്പിച്ചത്. ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിച്ചില്ലെന്നാണ് ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ ജയിൽ അധികൃതരുടെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീനിധി ചേരുന്നുണ്ട്. ശ്രീനിധി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിയ. ഇന്ന് ഇപ്പോൾ ആദ്യത്തെ ന്യൂസ് തന്നെ നമ്മൾ അല്ലു അർജുന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ജയിൽ മോചിതനായിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉത്തരവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്നലത്തെ ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുമുണ്ട് അല്ലു അർജുന്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്? പ്രിയ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് അല്പസമയത്തിനകമാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായി എന്ന വാർത്ത പുറത്തു വരുന്നത്. കാരണം ഇന്നലെ രാത്രി അദ്ദേഹം ജയിലിലായിരുന്നു. ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ഇന്നലെ ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ മാസം ഡിസംബർ 2-ാം തീയതിയാണ്. ചിത്രത്തിന്റെ പ്രദർശനത്തിനിടെ അല്ലു അർജുൻ യാതൊരു മുൻഗണനയും നൽകാതെ അല്ലെങ്കിൽ ഒരു മുൻകരുതലും ഇല്ലാതെ തിയേറ്ററുകളിൽ എത്തുകയും ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തുകയും ആ ഒരു തിയേറ്ററിൽ ആരാധകർ അല്ലു അർജുനെ കണ്ടിട്ടുള്ള ഒരു തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുൻ ജയിലിലാകുന്നത്. ഇന്നലെയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിച്ചെങ്കിലും അത് ഉത്തരവ് ജയിലിൽ എത്താത്ത സാഹചര്യത്തിലാണ് അല്ലു അർജുൻ ഇന്നലെ രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്നാൽ ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ അല്പസമയത്തിനകം ജയിൽ മോചിതനായിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ശ്രീനിധി നമ്മൾ കണ്ടതാണ് ഇന്നലത്തെ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളും ഒക്കെ ഫുൾ ടൈം ലൈവായിട്ട് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ മറ്റു രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? അല്ലു അർജുൻ്റെ ആരാധകരും മറ്റും ഇന്നലെ തന്നെ ചില ഇടങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് ഉയർന്നു വരുന്നത്? പ്രിയ, ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ ആരാധകർ നിരവധി പ്രതിഷേധങ്ങളും മാത്രമല്ല തെലങ്കാന രാഷ്ട്രീയത്തിൽ പോലും ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു രീതിയിലാണ് ആരാധകരുടെ അത്ര വലിയൊരു ജനരോഷവും പ്രതിഷേധവും ആരാധകർ അറിയിച്ചത്. കാരണം യാതൊരു അറിയിപ്പുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ എല്ലാ പ്രതിഷേധങ്ങളും ആരാധകർ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചഞ്ചൽഗുഡ ജയിലിലാണ് അദ്ദേഹം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. മാത്രമല്ല കോടതി ഉത്തരവിൽ പറയുന്നത് അദ്ദേഹം ഒരു താരമാണെങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് തന്നെയായിരിക്കും അദ്ദേഹം തിയേറ്ററിൽ പോയതും. അല്ലാതെ യാതൊരു മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യാ കുറ്റം ചുമത്തേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിലാണ് ഇന്നലെ കോടതി ആ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിച്ചെങ്കിലും അത് കൃത്യമായ സമയത്ത് ജയിലിൽ എത്താത്തത് കൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാവാൻ സാധിക്കാഞ്ഞത്. അതിന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൃത്യമായി പറയുന്നുണ്ട്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഉത്തരവ് നേരത്തെ ജയിലിൽ എത്തിക്കാൻ സാധിക്കാഞ്ഞത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജയിൽ മോചിതനാവാൻ സാധിക്കാഞ്ഞത് എന്നൊക്കെ. കാരണം അദ്ദേഹം അറസ്റ്റിലായി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇടക്കാല ജാമ്യ ഉത്തരവ് ലഭിച്ചെങ്കിലും അത് കൃത്യമായി എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു എല്ലാ പ്രതിഷേധവും ആരാധകരും അറിയിക്കുന്നുണ്ട്. ആരാധകരുടെ ഭാഗത്തു നിന്ന് അത്ര വലിയൊരു പ്രതിഷേധം തന്നെ ഇപ്പോഴും ഉയരുന്നുണ്ട്. ശരി ശ്രീനിധി.